ഇസ്രായേലിന്റെ ഒരു പ്രത്യേകതയാണ് തങ്ങൾ ദൈവത്തിന്റെ ഫേവർ ഉള്ളവരെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടത്രേ. And Israel has got a confidence that we have got the favor of God. കാരണം ഹല്ലേലൂയ, അതുകൊണ്ട് അത്ര വചനത്തിൽ തന്നെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. And that is why it says in the word itself that if you believe you'll see the glory of God. യോഹന്നാൻ സുവിശേഷം 11:40 കടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വ്യക്തമായി ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. John chapter 11 verse 40 we could read like this. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയുന്ന ഒരു വേദഭാഗമാണത്. We all know that by heart, from the യേശുവിന് പ്രിയപ്പെട്ടവനായിരുന്ന ഹല്ലേലൂയ ലാസർ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു. We know that Lazarus was inside the tomb. He died and he's been buried. നാലാം ദിവസം യേശു കല്ലറയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. Fourth day Jesus is coming closer to the tomb. എന്നാൽ ഹല്ലേലൂയ ലാസറിന്റെ സഹോദരിയായ മാർത്ത ഇപ്രകാരം യേശുവിനോട് പറയുന്നു, നാഥ, അവൻ മരിച്ച് 4 ദിവസമായി നാറ്റവും വെച്ചു തുടങ്ങിയെന്ന്. And Martha approached Jesus and said, he's been died 4 days ago and now it started decaying, the body started decaying. എന്നാൽ യേശു മാർത്തയോട് ഇപ്രകാരമാണ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. Hallelujah. But Jesus said to Martha, if you believe you'll see the glory of the Lord. പ്രിയ ദൈവപുത്രരെ, മരിച്ചടക്കപ്പെട്ടു വന്ന് ലോകം വിധി എഴുതി നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ സ്മെല്ലുണ്ട് എന്ന് ഹല്ലേലൂയ ഒരു ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് എങ്കിലും ഈ പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറാണ് എങ്കിൽ അതിനുമേൽ ജീവൻ പകരുവാൻ കർത്താവ് Yes Lord, hallelujah. If you think yourself, my situation is rotten, my situation is completely out of control, no one can support me, no one can help me, and I am going through this, you yourself talking about you, but in that situation as well God is able to do miracles and wonders. Hallelujah. Hallelujah. Yes Lord. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുന്ന ദിവസങ്ങൾ അത്രയും. Amen. If you believe, you'll see the glory of the God in your life.